തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് ജനങ്ങളെ വലയ്ക്കുന്നു. ദുരിതത്തിനെതിരെ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷം. പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയാണ് തൃശൂർ നഗരത്തിലെ പല റോഡുകൾക്കും. ഗതാഗതക്കുരുക്ക് ഏറെ വലിക്കുന്ന തൃശൂർ നഗരത്തിൽ ഇപ്പോൾ റോഡുകൾ കൂടി വെട്ടിപ്പൊളിച്ചിട്ടതോടെ കൂനിന്മേൽ കുരു എന്ന സ്ഥിതിയിലായിരിക്കുകയാണ്. ഇത് തിരക്കേറിയ ഹൈറോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും റീടാറിംഗ് നടത്തിയിട്ടില്ല. ഇതിനാൽ പൊടിശല്യം മൂലം ജനം പൊറുതിമുട്ടുകയാണ്. ചിലയിടങ്ങളിലാകട്ടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കും ഇവിടെ രൂക്ഷമാണ്. തൃശൂർ പള്ളിക്കുളം റോഡിന്റെ സ്ഥിതിയും ഇതുതന്നെ. പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചതിന് ശേഷം 10 ദിവസത്തിനിടയിൽ ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ്. കച്ചവടം പൊതുവെ ഇല്ലാത്ത സമയമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല, വാഹനങ്ങൾ നിർത്താൻ പറ്റുന്നില്ല. പൊടിപടലത്തിന്റെ ശല്യം ഭയങ്കര. പൊടിശല്യം മൂലം ഇരിക്കപ്പൊറുതി ഇല്ലാതായതോടെയും കച്ചവടം കുറഞ്ഞതോടെയും വ്യാപാരികൾ തന്നെ വെള്ളം വാങ്ങി റോഡിൽ നനയ്ക്കേണ്ട അവസ്ഥയാണ്. എംഒ റോഡ്, ഹൈറോഡ്, പള്ളിക്കുളം റോഡ്, കണ്ണംകുളങ്ങര റോഡ് എന്നിവിടങ്ങളിലെല്ലാമാണ് ഒരേ സമയം പൊളിച്ചിട്ടുള്ളത്. കണ്ണംകുളങ്ങരയിൽ പ്രദേശവാസികളായ 2 പേർ സ്ഥലം വിട്ടുകൊടുക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ കാരണമെന്ന ആരോപണമുണ്ട്. എന്നാൽ മാസങ്ങളായിട്ടും റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെയും പൊടിശല്യം രൂക്ഷമായതോടെയും ജനങ്ങൾ ദുരിതം പേറുകയാണ്. സബ്വേ നിർമ്മാണത്തിന്റെ ഭാഗമായി എംഒ റോഡ് പൊളിച്ചതും ഗതാഗത കുരുക്കിനിടയാക്കുന്നുണ്ട്. ഒരേ സമയം നിരവധി റോഡുകൾ പൊളിച്ചിട്ടതും നിർമ്മാണം പൂർത്തിയായ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതുമാണ് ജനത്തെ വട്ടം തിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ ഗതാഗത കുരുക്കിൽ ഏറെ നേരം അകപ്പെടേണ്ട അവസ്ഥയിലാണ് ജനം. അതേസമയം നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. എത്രയും പെട്ടെന്ന് തൃശൂർ നഗരത്തിലെ സഞ്ചാര ദുരിതത്തിന് അറുതി കാണാൻ ഭരണാധികാരികൾ കനിയണമെന്നാണ് ആവശ്യമുയരുന്നത്. TC വിനോസ്, തൃശൂർ.